ഹലോ, ശ്രീ വി എം സുധീരൻ. അതെ, ഗുഡ് മോർണിംഗ് സർ. ഇത് ജെയ്സൺ മാത്യു, കേരള പൊളിറ്റിക്സ് രാഷ്ട്രീയ കമ്മ്യൂണിറ്റി എന്ന് വിളിക്കുകയാണ്. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ജെയ്സൺ. സർ, UDFന്റെ വിജയത്തിൽ കേവലം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വിരുദ്ധമായി ഒരു ചെറിയ മാർജിനിലാണല്ലോ UDFന് ഇപ്രാവശ്യം വിജയം സംഭവിച്ചിരിക്കുന്നത്. സാർ എങ്ങനെ വിലയിരുത്തുന്നു UDFന്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രകടനത്തെ? ഒരു നേരിയ ഭൂരിപക്ഷത്തിലാണെങ്കിലും UDF ഗവൺമെന്റ് വരുന്നു എന്നുള്ളത് ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസപ്രദമാണ്. അതേസമയത്ത് തന്നെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നീട് വന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലും UDFന് കൈവരിക്കാനായ ആ ഒരു തിളക്കമാർന്ന വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ല എന്നുള്ളതിൽ ജനാധിപത്യ മുന്നണിയുടെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർക്കൊക്കെ അതുപോലെ തന്നെ ജനങ്ങൾക്കും വലിയ നിരാശയുണ്ട് എന്നുള്ളത് ഞാൻ മറച്ചു വെക്കുന്നില്ല. അതെന്താണ്, എവിടെയാണ് പാകപ്പിഴകൾ, പോരായ്മകൾ എന്നുള്ളത് വളരെ ഗൗരവമായി വളരെ സത്യസന്ധമായ ഒരു പരിശോധന നടത്തേണ്ടത് ആവശ്യമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഒരു നല്ല അന്തരീക്ഷമായിരുന്നു ഡെവലപ്പ് ചെയ്തു വന്നത്. പക്ഷെ അതിനനുസരിച്ച് കാര്യങ്ങൾ വേണ്ട രീതിയിൽ മുന്നോട്ട് പോയില്ല എന്നുള്ളൊരു വികാരമാണ് പൊതുവെ കാണുന്നത്. അതുകൊണ്ട് നേരെ ചൊവ്വേ വസ്തുതകൾ വിലയിരുത്തി പാകപ്പിഴകൾ തിരുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർ, പാർട്ടി നേതൃത്വം, നിലവിലുള്ള കേരളത്തിലെ PCC നേതൃത്വം കാണിച്ച അമിതമായ ആത്മവിശ്വാസമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിലോട്ടുള്ള പ്രതീക്ഷിച്ച പ്രകടനം ഉണ്ടാകാത്തതിന് കാരണമെന്ന് ശ്രീ AK ആന്റണി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്താണ് സാറിന്റെ അഭിപ്രായം അതുമായി ബന്ധപ്പെട്ട്? അല്ല, അമിതമായ ആത്മവിശ്വാസം എന്നുള്ളത് ഒരു കാരണമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ മറ്റ് പല കാരണങ്ങളും സ്വാഭാവികമായി ഉണ്ടാകുമല്ലോ. അതിപ്പോ ഈ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യത്തിൽ വന്ന പാകപ്പിഴകൾ. കാരണം സ്ഥാനാർത്ഥി നിർണയം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെയാണ് ഈ ഘടകകക്ഷികളുമായിട്ടുള്ള സീറ്റ് ഷെയറിങ്, അത് സംബന്ധിച്ച തീരുമാനങ്ങളൊക്കെ വളരെ നേരത്തെ വേണ്ടതായിരുന്നു. ഇവിടെ സംഭവിച്ചത് LDF സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തിറങ്ങി ഒരു 10 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് UDF സ്ഥാനാർത്ഥികൾ രംഗത്തിറങ്ങാൻ സാധിക്കുന്നത്. അപ്പോ പ്രചരണ രംഗത്ത് പ്രത്യേകിച്ചും ഫീൽഡിൽ LDFന് വലിയൊരു മുൻകൈ തുടക്കത്തിലേ വരാൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് അത് വളരെ ക്രൂഷ്യലാണ്. അങ്ങനെ ഒരു മുൻകൈ അവർക്ക് വരാനുള്ള സാധ്യത ഉണ്ടായി എന്നുള്ളത് മറ്റൊരു വശമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പറഞ്ഞോളൂ. ശ്രീ VF അച്യുതാനന്ദന്റെ നിലപാടുകൾ, അദ്ദേഹത്തിന്റെ പൊടിക്കൈകൾ, അദ്ദേഹത്തിന്റെ ചില അവസാന സമയത്തെ മാന്ത്രിക വിദ്യകൾ, VF ഫാക്ടർ എത്രത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ LDFനെ സഹായിച്ചിട്ടുണ്ട്? അത് VF ഫാക്ടർ ഒരു യാഥാർത്ഥ്യമാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. കാരണം ഇടക്കാലത്ത് വളരെ ഒരു തകർച്ചയിലേക്ക് പോയിരുന്ന ഇടതുമുന്നണിയെ പൊക്കിക്കൊണ്ടുവന്നതിൽ അദ്ദേഹത്തിന്റെ ഒരു ടാക്ടിക്കൽ അപ്രോച്ചിന് കുറേയേറെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അതിനെ മുൻകൂട്ടി കാണാനോ അതിനനുസരിച്ച രീതിയിൽ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് നീക്കാനോ അതിൽ ചില പോരായ്മകൾ വന്നു എന്നുള്ളതും ഞാൻ വിസ്മരിക്കുന്നില്ല. സർ, ഈ നേരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലൊക്കെ കേരളത്തിൽ കോൺഗ്രസിനെ നയിക്കുവാൻ ശ്രീ K കരുണാകരനും ശ്രീ AK ആന്റണിയും അവർ തമ്മിലൊരു ഇണക്കമുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. പരിചയസമ്പത്തിന്റെയും എല്ലാം ഗുണങ്ങൾ അടങ്ങിയ ഒരു കോമ്പിനേഷൻ. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അത്തരമൊരു കോമ്പിനേഷന്റെ അഭാവം കോൺഗ്രസിനെയും UDFനെയും ബാധിച്ചിട്ടുണ്ടോ? അല്ല, ഇത്തവണ വന്ന ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത്, ഇപ്പൊ നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലും ഒക്കെ UDFന് വിജയം കിട്ടുക എന്ന് പറയുന്നത്, അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് LDFൽ ഉണ്ടായിട്ടുള്ള അപസ്വരങ്ങളും അല്ലെങ്കിൽ അനൈക്യവുമായിരുന്നു. ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സത്യം പറഞ്ഞാൽ ഇടതുപക്ഷ മുന്നണി ശിഥിലമാകുന്ന ഒരു ചിത്രമാണ് കേരളത്തിലെ ജനങ്ങൾ കണ്ടത്. അതേസമയത്ത് UDFനകത്താണെങ്കിൽ അന്നൊരു കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഒരു നല്ല ഒരു ചിത്രമായിരുന്നു ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ സാധിച്ചത്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത് LDF ഈ വളരെ ഒരു കൺസോളിഡേറ്റഡ് ആയി നിൽക്കുകയും UDFനകത്ത് വേണ്ട രീതിയിൽ ഒരു
പൂർണ്ണമായ രീതിയിൽ കാര്യങ്ങൾ ഒരു വയബിൾ മുന്നണിയാണ് എന്ന് തോന്നാവുന്ന രീതിയിൽ കാര്യങ്ങൾ അതേപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമുക്ക് മറച്ചു വയ്ക്കാനാകില്ല. പ്രത്യേകിച്ചും ഈ സ്ഥാനാർത്ഥി നിർണയം ഘടകകക്ഷികളുടെ സീറ്റ് ഷെയറിംഗ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്രയോ വൈകിട്ടാണ് വന്നത്. ഇപ്പോ ജനതാ ദളുമായി അല്ലെങ്കിൽ CMPയുമായി JSSുമായി ഈ അവസരങ്ങളൊക്കെ നീണ്ടുപോയി അവസാനം ഈ മുന്നണിയെക്കുറിച്ച് ജനങ്ങളുടെ മുമ്പിലുള്ള ഒരു ധാരണ തന്നെ കുറച്ചൊരു മങ്ങുന്ന ഒരവസ്ഥയിലേക്ക് അത് എത്തിക്കാൻ ഇടവരുത്തി എന്നുള്ളത് നമുക്ക് നേരെ ചൊവ്വേ കാണേണ്ട ഒരു കാര്യമാണ്. സർ, ഇന്ന് ഒരു വാർത്ത ഉണ്ടായത് കോൺഗ്രസിന്റെ മോശമായ പ്രകടനത്തിൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് തമിഴ്നാട് PCC അധ്യക്ഷൻ രാജി സമർപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങൾ നിലനിന്നിട്ടും വളരെ ഒരു വിജയം പോലും അവകാശപ്പെടാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു തിരിച്ചുവരവാണ് UDFന് ഉണ്ടായത്. ധാർമ്മികമായ ഉത്തരവാദിത്വം KPC പ്രസിഡന്റ് ഇല്ലേ സാറേ? അല്ല, ഇതിപ്പോ ഒരു രാജി എന്ന് പറയുന്നതിലേക്ക് പോകേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥയിൽ കേരളത്തിലെ ഇന്ന് കോൺഗ്രസിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്കെല്ലാം അതിൻ്റെതായ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല എന്ന് പറയാനാവില്ല. ആ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇവിടെ ഒരു ചെറിയ കാര്യം, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ എനിക്ക് പറയാനാവുന്നത് ഒരു കൂട്ടായ ചർച്ച, കൂട്ടായ ഒരു കളക്റ്റീവ് വിസ്ഡം, കളക്റ്റീവ് ലീഡർഷിപ്പ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടില്ല. ഇപ്പോഴും പഴയ ഒരു തരത്തിൽ പറഞ്ഞാൽ വിനാശകരമായ രീതിയിൽ പഴയ ഗ്രൂപ്പിസം അതിന്റെ അതിപ്രസരം നിലനിൽക്കുന്നില്ലെങ്കിൽ തന്നെയും ഈ പാർട്ടി താല്പര്യത്തെക്കാൾ ഉപരിയായി സങ്കുചിതമായ ഗ്രൂപ്പ് താല്പര്യങ്ങളും അതുപോലുള്ള സംഗതികളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെതായ രീതിയിലുള്ള വിജയം കൈവരിക്കുന്നതിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സർ, ഒപ്പം തന്നെ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃതലത്തിലോട്ട് VM സുധീരൻ തിരിച്ചു വരണമെന്ന് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നു എന്ന് പൊതുവെ കാണപ്പെടുന്നു. സാർ, എങ്ങനെ കോൺഗ്രസിന്റെ ഒരു തിരിച്ചുവരവിനോട്ട് നേതൃത്വപരമായ പങ്കുവഹിക്കാൻ സാർ തയ്യാറാണോ? അല്ല, ഇതിപ്പോ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാനോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളോ തീരുമാനിക്കേണ്ട വിഷയമല്ല. ഇത് പാർട്ടി നേതൃത്വം ആണ് ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത്. പാർട്ടി നേതൃത്വം എടുക്കുന്ന കേരളത്തിലെ കോൺഗ്രസിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി പാർട്ടി നേതൃത്വം സ്വീകരിക്കുന്ന ഏത് നിലപാടുമായും ഈ നടപടിയുമായും പൂർണ്ണമായി സഹകരിക്കുക എന്നുള്ളത് ഏതൊരു കോൺഗ്രസ് പ്രവർത്തകന്റെയും ചുമതലയാണ്. തീർച്ചയായും എന്റേതായ പങ്ക് നിർവഹിക്കുന്നതിനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിർദ്ദേശം വന്നാൽ അത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറാണ്. ഒരു ചെറിയ വിഷയങ്ങൾ ചോദിക്കുന്നു. UDF ഗവൺമെന്റിന്റെ പ്രധാന നയപരിപാടികൾ എന്തായിരിക്കണം സാർ? എവിടെയായിരിക്കണം പ്രധാനമായിട്ടും UDF ഊന്നൽ കൊടുക്കേണ്ടിയിരുന്നത്? UDFന് ഇപ്പോ ഒരു നേരിയ ഭൂരിപക്ഷമാണ് എന്നുള്ളത് ഭരണപരമായ ഒരു കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നതിന് തടസ്സമാകേണ്ട കാര്യമില്ല. നേരിയ ഭൂരിപക്ഷമുള്ള ഗവൺമെന്റുകളും വളരെ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പോ അച്യുത് മേനോൻ ഗവൺമെന്റ്, ആദ്യത്തെ അച്യുത് മേനോൻ മുഖ്യമന്ത്രിയായി ഇവിടെ ചുമതല ഏറ്റെടുത്ത അദ്ദേഹത്തിന്റെ ആദ്യത്തെ മന്ത്രിസഭ അത് നേരിയ ഭൂരിപക്ഷത്തിലാണ് നിലനിന്നത്. പക്ഷെ അതേ സമയത്ത് ആ ഗവൺമെന്റിന്റെ പെർഫോമൻസ് എനിക്ക് തോന്നുന്നു അന്നത്തെ ഭരണ സംവിധാനത്തിന്റെ ജനകീയ അടിത്തറ വളരെ വിപുലമാക്കാൻ ഇടവരുത്തിയിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ ഇന്ന് നേരിയ ഭൂരിപക്ഷമാണെങ്കിലും ഈ ഗവൺമെന്റ് ജനപക്ഷത്ത് നിന്ന് ജനങ്ങൾക്ക് വേണ്ടി നന്നായി പ്രവർത്തിക്കുക, ഒരു അഴിമതി വിമുക്തമായിട്ടുള്ള കാര്യക്ഷമമായ ഒരു നല്ല ഗവൺമെന്റ്, നല്ലൊരു ഭരണം കാഴ്ചവെക്കുകയാണെങ്കിൽ ഇന്നത്തെ അപാകതകൾ കുറേയേറെ പരിഹരിച്ച് UDFന്റെ ജനകീയ അടിത്തറ വിപുലമാക്കി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ ഗവൺമെന്റിന്റെ മുഖ്യ പരിഗണനയിൽ വരേണ്ട ആദ്യത്തെ പ്രശ്നങ്ങളിൽ പ്രധാനമായ ചിലതായി എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒന്ന്, ഈ എൻഡോസൾഫാൻ ദുരിതത്തിൽപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമഗ്രമായ ഒരു പുനരധിവാസ പാക്കേജ് തയ്യാറാക്കി നടപ്പിലാക്കുക എന്നുള്ളതാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദുരിതാശ്വാസപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി പല നടപടികളും ഉണ്ടെന്ന് പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും അവരുടെ ജീവിതത്തിൽ, അനുഭവത്തിൽ വന്നിട്ടില്ല. അതുകൊണ്ട് ടോപ്പ് പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എൻഡോസൾഫാൻ വിക്ടിംസിന് കൃത്യമായിട്ടുള്ള ഒരു റീഹാബിലിറ്റേഷൻ പാക്കേജ്
അവരുടെ ജീവിതത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറച്ചു കൊണ്ടുവരിക. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമായി നാം കാണേണ്ടതായിട്ടുണ്ട്. പിന്നെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള 1 രൂപയ്ക്ക് 1 കിലോ അരി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക, അതെല്ലാം പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഏറ്റവും LDF-ന് പറ്റിയ ഒരു വലിയ പാളിച്ച, LDF-ന്റെ പ്രവർത്തനങ്ങളിൽ പല പദ്ധതികളും പരിശോധിക്കുമ്പോഴും ഭൂമാഫിയ സംഘങ്ങളുടെ വലിയ സ്വാധീനം അതിനകത്തുണ്ടായിരുന്നു. അതിനകത്ത് തന്നെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നുള്ളൂ ഞാൻ വിസ്മരിക്കുന്നില്ല. ഈ ഭൂമാഫിയ സംഘങ്ങൾ അല്ലെങ്കിൽ പല തരത്തിലുള്ള സ്ഥാപിത താല്പര്യങ്ങൾ LDF-നെ പോലും സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുള്ള അത്തരം ശക്തികൾ UDF-നെ സ്വാധീനിക്കാനുള്ള അല്ലെങ്കിൽ അവരുടേതായ ശ്രമങ്ങൾ മുന്നോട്ട് നീക്കാനുള്ള സർവ്വസാധ്യതകൾ കാണുന്നുണ്ട്. അതിനെതിരെ ഫലപ്രദമായ ചെറുത്തുനിൽപ്പ് നടത്തി സർവ്വവിധ മാഫിയ സംഘങ്ങളുടെയും സ്വാധീന വലയങ്ങളെ ഭേദിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് സംശുദ്ധമായ, ഫലപ്രദമായ, കാര്യക്ഷമമായ ഒരു നല്ല ഭരണം അത് കാഴ്ചവെക്കുക എന്നുള്ളതാണ് UDF-ന്റെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനം. എൻഡോസൾഫാൻ വിഷയത്തിൽ സാർ സ്വീകരിച്ച ധീരമായ നിലപാടിനെ അഭിനന്ദിക്കുന്നു. ഒപ്പം തന്നെ ആ സമയത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ നിലപാടുകൾ വൈരുദ്ധ്യം നിറഞ്ഞതായിരുന്നു. ഈ വിഷയത്തിൽ VF അച്യുതാനന്ദൻ നേടിയ ഒരു മേൽക്കൈ, അദ്ദേഹത്തിനുണ്ടായ ഒരു രാഷ്ട്രീയ നേട്ടം, അത് ഒഴിവാക്കാവുന്നതായിരുന്നു. ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് സാറ് മാത്രമേ ഉള്ളായിരുന്നു എൻഡോസൾഫാനെതിരെ ഏറ്റവും ശക്തമായ നിലപാടെടുത്തത്. എങ്ങനെ സാറ് കാണുന്നു ഈ വിഷയത്തിൽ UDF-ന് ഒരു കോട്ട ഉണ്ടായില്ലേ അതിനെ നേരിടുന്ന കാര്യത്തിൽ? എൻഡോസൾഫാൻ വിഷയത്തിൽ കേരളത്തിലെ UDF-നെ സംബന്ധിച്ചിടത്തോളം എൻഡോസൾഫാൻ നിരോധിക്കുക എന്ന കാര്യത്തിൽ 2 അഭിപ്രായമില്ല. ഏകകണ്ഠമായ അഭിപ്രായം നേരത്തെ സ്വീകരിച്ചിരുന്നു. ശ്രീ AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് എൻഡോസൾഫാൻ കേരളത്തിൽ ആദ്യമായി നിരോധിക്കുന്നത്. ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് അന്നത്തെ ഗവൺമെന്റിന്റെ താല്പര്യം കൂടി അനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റ് വിജ്ഞാപനം വഴിയായി ഇത് കൂടുതൽ ഫലപ്രദമായി പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത്. അപ്പൊ UDF-നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ ഒരു ഏകാഭിപ്രായമാണ് നിലവിലുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ ആ സിറ്റുവേഷൻ, പ്രത്യേകിച്ചും സ്റ്റോക്ക്ഹോം കൺവെൻഷൻ വന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് വളരെ നിർണായകമായിരുന്നു. അത് കേരളത്തിലെ ജനങ്ങൾ അല്ലെ ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ചില പോരായ്മകൾ നമ്മുടെ പ്രത്യേകിച്ചും അതിന് ഏറ്റവും ഉത്തരവാദപ്പെട്ട കൃഷി മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഇതിന്റെ നോഡൽ ഏജൻസി ആയിട്ടുള്ള മന്ത്രാലയമായിട്ടുള്ള പരിസ്ഥിതി വകുപ്പിന്റെ ഭാഗത്തു നിന്നും വേണ്ട പോലെ ഉണ്ടാകാത്തത് കേരളത്തിലെ കോൺഗ്രസിനെ വളരെ ഒരു ഡിഫൻസീവിലാക്കാൻ ഇടവരുത്തി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇനി അതെല്ലാം കഴിഞ്ഞു. ഈ എൻഡോസൾഫാൻ നിരോധനം ഇന്ത്യ തത്വത്തിൽ അംഗീകരിച്ചു. സുപ്രീം കോടതി തന്നെ താൽക്കാലികമായ നിരോധനം, മറ്റൊരു ഉത്തരവ് വരുന്നവരെ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു. 8 ആഴ്ച കാലത്തേക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു. പോസിറ്റീവായിട്ടുള്ള ഒരു സൈനായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അതുകൊണ്ട് ഈ ഗവൺമെന്റ് നേരത്തെ എടുത്ത തീരുമാനങ്ങളിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് എൻഡോസൾഫാൻ വിക്ടിംസിന് കൃത്യമായ നഷ്ടപരിഹാരവും പുനരധിവാസ പാക്കേജും ഏർപ്പെടുത്തി കഴിഞ്ഞാൽ കൂടുതൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാനായാൽ ഇതേ സംബന്ധിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള പല ധാരണപശകളും മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നാണ് എന്റെ പൂർണ്ണ വിശ്വാസം. സർ, ഒരുപാട് നന്ദി. ഈ തിരക്കേറിയ രാഷ്ട്രീയ നീക്കങ്ങളുടെ വേളയിലും ഞങ്ങളുമായി ഒരു അല്പനേരം പങ്കുവച്ചതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് നന്ദി സർ. താങ്ക് യു.